നമസ്കാരം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. This is Boing Boing. ഈ വേദിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ LLB സ്റ്റുഡൻസ് വരാറുണ്ട്, ഡോക്ടേഴ്സ് വരാറുണ്ട്, അതുപോലെ വീട്ടമ്മമാർ വരാറുണ്ട്, താരങ്ങൾ വരാറുണ്ട്. ആര് വന്നാലും പ്രധാന ഒരു ഘടകം മനസ്സിൽ കുട്ടിത്തം വേണം. കാരണം കുട്ടിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള മത്സരങ്ങളിൽ വിജയിക്കാനും ആ ഒരു ആറ്റിറ്റ്യൂഡിൽ അവർക്ക് രസിച്ച് കളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദീപം കുറച്ച് കുട്ടിത്തം കൂടിയതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മഞ്ഞങ്ങാനം കൊണ്ടു, അതുകൊണ്ട് ജലദോഷം പിടിച്ചതിന്റെ ഫീൽ പോയിരിക്കുകയാണ്. പക്ഷേ എനർജിക്ക് ഒരു കുറവില്ലല്ലോ. എനർജിക്ക് കുറവൊന്നുമില്ല. കാരണം ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നല്ലൊരു അടിപൊളി അല്ലല്ല നല്ലൊരു അടിപൊളി ഗെയിം കൂടെ വന്നിട്ടില്ലേ? ഇതെന്തായാലും കാണുന്ന പ്രേക്ഷകരും കുറച്ച് കറങ്ങാൻ പോവുകയാണ്, ഇതിനകത്ത് കയറുന്ന ആൾക്കാരും കുറച്ച് കറങ്ങാൻ പോവുകയാണ്. ആ കറക്കത്തിലേക്ക് മറ്റ് ആചാരങ്ങളിലേക്കും പോകുന്നതിന് മുന്നേ നമുക്ക് പരിചയപ്പെടേണ്ട കുറെ ചുണക്കുട്ടികൾ ഇവിടെ വന്നിട്ടില്ലേ? അവരെ നമുക്ക് പരിചയപ്പെടാം. വെൽക്കം ടീം എ ആൻഡ് ടീം ബി. ആരൊക്കെയാണ് ടീം എയിലും ടീം ബിയിലുമായിട്ട് വന്നിരിക്കുന്നത് അറിയാം? ടീം എയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നു അന്ന. സ്വാഗതം. അന്ന എവിടുന്നാണ് വരുന്നത്? എറണാകുളംകാരി അന്ന എന്ത് ചെയ്യുന്നു? ഞാൻ നെഫ്രോളജി കോർഡിനേറ്റർ ആണ്. എന്തുട്ട്? അതായത് നെഫ്രോളജി എന്ന് പറഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? കിഡ്നി സംബന്ധം. കിഡ്നിയുടെ ഞാൻ ഇങ്ങനെ ആലോചിച്ചെടുക്കാം. നെഫ്രോളജി കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കിഡ്നി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് രണ്ട് കോർഡിനേറ്റ് ചെയ്യുന്നവരാണോ? ഞാൻ നോക്കുന്ന IP ആണ്, പിന്നെ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. ജോലി അല്ലാതെ വേറെ എന്താ ആക്ടിവിറ്റീസ്, ഹോബീസ് ഒക്കെ എന്താ? ട്രാവലിംഗ് ആണ്. എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകും. എവിടെയാണ് ഇപ്പൊ ലാസ്റ്റ് പോയത്? എവിടെയാണ് ഇപ്പൊ ലാസ്റ്റ് പോയത്? ബേക്കൽ ഫോർട്ട് കാണാൻ. നല്ല ചൂടുള്ള സമയത്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഈ അന്ന നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ ജോലി തിരക്കിന്റെ ഇടയിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഇങ്ങനത്തെ ഗെയിം ഷോയിലൊക്കെ സാധാരണ പോകാറുണ്ടോ അതോ? ഇല്ല, ആദ്യമായിട്ടാണ്. നമുക്ക് എന്തായാലും ആ കുട്ടിക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്ത ടീമിൽ നിന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു സാന്ദ്ര. സ്വാഗതം. സാന്ദ്ര എവിടുന്നാണ് വരുന്നത്? ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. മലപ്പുറംകാരിയാണ്. ഞാനിപ്പോ BSc കെമിസ്ട്രി ജസ്റ്റ് പാസ് ഔട്ട് ആയിരിക്കാം. BSc കെമിസ്ട്രി ഏത് കോളേജിൽ നിന്നാണ് പാസ് ഔട്ട് ആയത്? ഞാൻ കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ. പ്രൊവിഡൻസ് കോളേജിലാണ്. ഒരുപാട് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു കോളേജാണ്. എല്ലാവർക്കും ഹായ്. BSc കെമിസ്ട്രി പഠിക്കാനുള്ള കാരണം എന്താ? അതിനോടുള്ള ഇഷ്ടം കൊണ്ട്, ഈ കെമിസ്ട്രിയോട് ഇത്ര ഇഷ്ടം തോന്നാൻ എന്താ സംഭവം? അതിലെന്തെങ്കിലും ഇഷ്ടപ്പെടാനുള്ള സംഭവം എന്താ ഉള്ളത്? ലാബിൽ കുറെ പരിപാടി ഉണ്ടല്ലോ, ഈ ടൈട്രേഷൻ, ഇങ്ങനെ ആസിഡ് എടുത്ത് ഒഴിക്കുക, വേസ്റ്റ് എടുത്ത് ഒഴിക്കുക, പുകയൊക്കെ വരിക. അടിപൊളി. കുറെ പുക വെച്ചിട്ടുണ്ടോ? സാന്ദ്ര തൊട്ടു മുന്നേ പറഞ്ഞ കാര്യമാണ്, പഠിത്തത്തിനുപരി അഭിനയ രംഗത്തേക്ക് വരാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു കുട്ടിയാണ്. താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. താങ്ക് യു സാന്ദ്ര. ടീമിൽ നിന്ന് അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നു ഐശ്വര്യമായിട്ടുള്ള ഒരു മുഖമുള്ള ഒരു കുട്ടിയാണ് ഐശ്വര്യ. വെൽക്കം. ഐശ്വര്യം മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഐശ്വര്യയും സാന്ദ്രയും കസിൻസ് ആണ്. രണ്ടുപേരും കൂടെ അവിടുന്ന് ഒരുമിച്ച് പാക്ക് ചെയ്ത് പോകുന്നു. എന്താണ് മത്സരത്തിൽ വരുമ്പോൾ രണ്ടുപേരും പ്ലാൻ? അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഹോബീസ്? ഹോബീസ് ഞാനൊരു ഹോക്കി പ്ലെയർ ആണ്. ആദ്യമായിട്ടാണ് ഒരു ഹോക്കി പ്ലെയറിനെ ബോയിങ്ങിന്റെ വേദിയിൽ ഞാൻ കണ്ടുമുട്ടുന്നത്. സ്വാഗതം. ഈ ഹോക്കി പ്ലെയറിന്റെ വടിയുടെ കൃത്യമായിട്ടുള്ള നിങ്ങൾ എത്രയാ? നാറ്റിക്കരുത് പ്ലീസ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ മറ്റേ കപ്പക്കൊള്ളി കൊണ്ടാണോ ഹോക്കി കളിക്കുന്നത്? അതിന്റെ നീളമൊന്നും അറിയില്ല. ഐശ്വര്യ ബോയിങ് ഷോ കാണാറുണ്ടോ? പിന്നെ അപ്പൊ ഇന്നിപ്പോ വന്നപ്പോ ഇവിടെ ഒരു ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരു ചേഞ്ച് വന്നിട്ടില്ലേ? ഈ ഗെയിം കണ്ടിട്ടില്ല? ഇത് ആരും കണ്ടിട്ടില്ല, ഞങ്ങളും കണ്ടിട്ടില്ല, പ്രേക്ഷകരും കണ്ടിട്ടില്ല, കാണാൻ പോകുന്നുള്ളൂ. നിങ്ങളിലൂടെയാണ് അവർ കാണാൻ പോകുന്നത്. എന്താണ് ഇത് കണ്ടപ്പോ തോന്നുന്നത്? പണി കിട്ടും. എനിക്ക് തോന്നുന്നു മറ്റേ പണ്ട് ഈ ഉത്സവ പറമ്പിലൊക്കെ മരണക്കിണർന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവാറുണ്ട്, അതുപോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് പണി കിട്ടുമോ കിട്ടില്ലേ നമുക്ക് വഴി അറിയാം. ഓക്കെ, താങ്ക് യു ടീം. വെൽക്കം. ടീം എ നമ്മൾ പരിചയപ്പെട്ടു. ഇവരുടെ ഈ മത്സരം എങ്ങനെയാണ്, ഇവർ എങ്ങനത്തെ ചുണക്കുട്ടികളാണ് നമുക്ക് കണ്ടറിയാം. അതിന് മുന്നേ ടീം ബി നമുക്ക് പരിചയപ്പെടണ്ടേ? ടീം ബിയിലേക്ക് പോകുമ്പോൾ ആദ്യം ഇരിക്കുന്ന ആള് രഞ്ജിത. സ്വാഗതം. രഞ്ജിത എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. ഒന്നും ചെയ്യണ്ട, അവിടെ സംസാരിച്ചാൽ മതി. ഇന്നലെ വൈകുന്നേരം വരെ എന്താ ചെയ്തത്? ഇന്നലെ വൈകുന്നേരം വരെ വെറുതെ വീട്ടിലിരിക്കുവായിരുന്നു. വെറുതെ ഇരിക്കുന്നത് നല്ല രസമാണ്. വെറുതെ ഇരിക്കുമ്പോ ഈ പാത്രത്തിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഞം കഴിച്ചൂടെ? ഇടക്കൊക്കെ ചെയ്യും, കഴിക്കാറുണ്ട്. ഈ പാത്രത്തിൽ ഇട്ടിട്ട് ഞം കഴിക്കാത്ത സമയങ്ങളിൽ എന്താ ചെയ്യുന്നത്? സമയത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് മോഡലിംഗ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഫീൽഡൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ വർക്ക് ഒക്കെ വരുമ്പോ നമ്മൾ ചെയ്യും, വർക്ക്സ് നോക്കും, ട്രൈ ചെയ്യും. അപ്പൊ രഞ്ജിതയെ പരിചയപ്പെട്ടു. ഇനി ഇരിക്കുന്ന ആള് പഴയ ഒരു സിനിമാ നടിയുടെ പേരുള്ള ഒരാളാണ്, ദാറ്റ് ഈസ് അംബിക. പക്ഷെ ആള് ഭയങ്കര മോഡേൺ ആണ് കേട്ടോ. അംബിക എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യാണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? കലൂര്. എന്താ ഓഫീസാണ്? സിഎയുടെ ഓഫീസ്. ചാർട്ടേഡ്. നിങ്ങളാണ് ഈ ടാക്സും വെട്ടിപ്പും കണക്കുകളൊക്കെ കണ്ടുപിടിക്കുന്നത്. സത്യം പറ, സത്യസന്ധമായിട്ടാണ് ഈ കണക്കുകളൊക്കെ എഴുതുന്നത്? എനിക്ക് ഈ വർഷം കുറച്ച് ടാക്സ് വെട്ടിക്കണം. എന്റെ പണി പോകും. ഈ ടാക്സ് വെട്ടിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്?
ടാക്സ് വെട്ടിക്കരുത്. വെട്ടിക്കരുത്. ഓ, അങ്ങനെ പറയൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ടാക്സ് വെട്ടിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. ഇനി വെട്ടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി അങ്ങനെ പറയോ? പണി പണി കളയോ നിങ്ങൾ? കുട്ടിക്ക് പേടിയുണ്ട്. ഓക്കെ, ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അത് പറയില്ല, ഞങ്ങൾ 4 പേര് നമ്മളുടെ സീക്രട്ട് ആണ്. എന്റെ ആരുടെ ദൈവമേ, ഈ വരുന്ന ആണോ? എപ്പിസോഡിൽ സൂരജിന്റെ ടീമൊക്കെ ഇപ്പൊ ഭയങ്കര സംഭവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങള് ഭയങ്കര പ്ലാനിങ്ങിലാണ്. അടുത്താളെ പരിചയപ്പെടാം. ഇനി ടീം ബിയിൽ നിന്ന് ലാസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് that is രമ്യ. രമ്യ, രമ്യ എന്ത് ചെയ്യുന്നു? ഞാൻ അത്യാവശ്യം മോഡലിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവന്റ് അത്യാവശ്യമേ മാനേജ്മെന്റ്. അത്യാവശ്യം. ഇവിടെ ആദ്യത്തെ ആളെ പോലെ അങ്ങനെ ആവശ്യമില്ലാണ്ടില്ല. ആ, അത്യാവശ്യമുള്ളൂ. രമ്യ അനാവശ്യത്തിന് ചെയ്യുന്നില്ല, അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഇല്ല, ഹസ്ബൻഡിന് ഇഷ്ടമാണ് മോഡലിംഗ് ചെയ്യാൻ. ഓ, husband ഉണ്ട്. കല്യാണം കഴിച്ചാലാണ്. കല്യാണം കഴിച്ചു. അയാൾ ഇപ്പോഴും സേഫ് ആയിട്ടുണ്ടോ? കുഴപ്പമില്ല, കട്ടപ്പനയില് കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷനാണോ? കട്ടപ്പനയിലാണോ? കട്ടപ്പന ഇടുക്കി. കട്ടപ്പനയിലെ ഹൃത്തിക് റോഷനാണോ? കട്ടപ്പന ഋതിക് റോഷനാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം. ഓക്കെ, അത്യാവശ്യം. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു, അറേഞ്ച് മാരേജ് ആയിരുന്നു? ലവ് മാരേജ്. എത്ര വർഷം പ്രേമിച്ചു? 2 വർഷം. 2 വർഷം ഇപ്പോഴും പ്രേമിക്കുന്നുണ്ടോ? ഇപ്പോഴും അത് അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത്. കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി. സൂപ്പർ. അപ്പൊ ടീം എയും ടീം ബിയും നല്ല മാസ് ആയിട്ടുള്ള ടീമാണ്. അപ്പൊ അവരുടെ അംഗത്തട്ടിലുള്ള പ്രകടനങ്ങളിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഓരോ മത്സരം, ഓരോ ഗെയിമും പുതുതായിട്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങളും നിങ്ങൾ പ്രേക്ഷകരും ആകാംക്ഷയോടെ ഇരിക്കുന്നത് ആ ഗെയിമിന്റെ പേരെന്താണെന്ന് അറിയാം. എല്ലാ പേരും വെറൈറ്റി ആയിരിക്കും. നമ്മളിപ്പോ സവാരി ഗിരിഗിരി എടുത്തു കഴിഞ്ഞാലും താമരശ്ശേരി ചുരം എടുത്തു കഴിഞ്ഞാലും നീ പോമോനെ ദിനേശ, അതുപോലെ തലയണ മന്ത്രം, Yes. ഇങ്ങനെ കുറെ ഗെയിമുകളുടെ പേര് ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് കാണുന്ന പ്രേക്ഷകർ തന്നെ ഇവിടുത്തെ ഓരോ പേരുകളും ഇതിനൊക്കെ ആരാ പേരിടുന്നതെന്ന് വരെ ചോദിക്കാറുണ്ട്. നമ്മുടെ ഡയറക്ടറാണ് ആ പേരിടുന്നതെന്നുള്ളത് പുറത്തു പറയാറില്ല. കാരണം മൂപ്പർക്ക് വെറുതെ ഒരു പൊങ്ങൽ കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. എന്തായാലും പതിപോലെ ഇന്നൊരു പുതിയ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയാണ്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ എല്ലാവരും. കാരണം പ്രേക്ഷകരും വെയിറ്റ് ആൻഡ് സീ. ആ ഗെയിമിന്റെ പേരാണ് ഒരു കൊച്ചു ഭൂമി കുലുക്കം. ആരൊക്കെയാണ് കുലുങ്ങാൻ പോകുന്നത്, ആരൊക്കെയാണ് കറങ്ങാൻ പോകുന്നതാണ് കണ്ടറിയേണ്ടത്. 2 റൊട്ടേറ്റിംഗ് സ്റ്റാൻഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ടീം എയിൽ നിന്ന് ഒരാൾ വരും, ടീം ബിയിൽ നിന്ന് ഒരാൾ വരും. എന്തായാലും പറഞ്ഞറിയിക്കുന്നതിനേക്കാളും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഞങ്ങൾ തന്നെ അതിനകത്ത് പരീക്ഷണാർത്ഥം ഒന്ന് കയറാൻ പോവുകയാണ്. ഇതാണ് സംഭവം. ഇതിലിങ്ങനെ മാസമായിട്ട് നിന്നിട്ട് നമുക്ക് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പോസ് ചെയ്തതിലല്ല കാര്യം. ഇത് പ്രവർത്തിക്കുന്ന ഒരു മിഷനാണ്. ഈ മിഷൻ ഒന്ന് പ്രവർത്തിച്ച് കണ്ടാൽ കൊള്ളാമായിരുന്നു. ഹായ്, കണ്ടല്ലോ. ഞങ്ങൾ യാത്ര പോകുന്നു. ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പൊ ഇങ്ങനെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തല കറങ്ങും. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ കാഴ്ചയിൽ കാണേണ്ടത് എന്താണെന്ന് അറിയാം. അവിടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, ബോയിങ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഫ്ലാഗ് ഉണ്ട്. അപ്പൊ ഇത് കറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടി ചെന്നിട്ട് ആ ഫ്ലാഗ് എടുക്കുക. ഫ്ലാഗ് എടുത്തിട്ട് തിരിച്ച് ഞങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരുന്ന ആളായിരിക്കും. പിന്നെ ഫ്ലാഗ് എടുക്കുന്നതിലല്ല കാര്യം. ഫ്ലാഗ് എടുത്തു കഴിഞ്ഞ് ആരുടെ കയ്യിൽ വന്നാലും അതിലൊരു കാര്യമില്ല. തിരിച്ച് ഇവിടെ വരുമ്പോൾ ആരുടെ കയ്യിലാണ് കാര്യം. അതായത് ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞ് ഫ്ലാഗ് എടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് ടീമിലെ ആളിന് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാം, അവിടെ കിടന്ന് തല്ലുകൂടാം, എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ ഫ്ലാഗിൽ കയ്യിൽ ഉൾക്കൊള്ളുക. എന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തരിക. അവർക്ക് കിട്ടുന്നത് 50 പോയിന്റ്സ് ആണ്. ടീം ബിയിലും ടീം എയിലും ഓരോ ആൾക്കും 2 ചാൻസ് വീതം ഉണ്ടാവും. ഒരു ചാൻസിൽ നമുക്ക് ഫ്ലാഗ് എത്തിച്ചു തന്നു കഴിഞ്ഞാൽ അവർക്ക് 50 പോയിന്റ് കിട്ടും. ടോട്ടൽ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്ക് 300 പോയിന്റ് ഒരു ടീമിന് നേടാൻ പറ്റുന്ന ഒരു ഗെയിമാണിത്. രസകരമായിട്ടുള്ള ഈ മത്സര കാഴ്ചയിലേക്ക് നിങ്ങൾ ഓരോ പ്രേക്ഷകരെയും നിങ്ങൾ കണ്ടസ്റ്റൻസിനെയും ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്യാണ്. ഈ കൊച്ചു ഭൂമി കുലുക്കത്തിൽ കുലുക്കാൻ വേണ്ടിയിട്ട് ടീം എയിൽ നിന്ന് വരുന്നു അന്ന. ആൻഡ് ടീം ബിയിൽ നിന്ന് രഞ്ജിത. സാധാരണ മത്സരത്തിന് വരുമ്പോൾ കുട്ടികൾ വന്ന് ഇവിടെ നിന്നിട്ട് ഗെയിമിനെ പറ്റിയൊക്കെ ഞങ്ങളോട് കുറേ ചോദിക്കാറുണ്ട്. ഇവരെന്തായാലും കണ്ടോ, ഞങ്ങൾ കയറി കറങ്ങിയപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അധികം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. 2 പേര് അതാത് സീറ്റ് പിടിച്ച് നിൽക്കുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, ദേ ഒന്ന് വീക്ഷിച്ച് അവിടെ ബോയിങ് എഴുതിയിരിക്കുന്ന ഒരു ഫ്ലാഗ് ഉണ്ട്. നിങ്ങൾ കറങ്ങിയിട്ട് എപ്പോൾ സ്റ്റോപ്പ് ആവുന്നു അപ്പോൾ ഓടുക. ആദ്യം ഫ്ലാഗ് എടുക്കുക. ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റേ ആളുടെ നിന്ന് തട്ടിപ്പറിക്കാം. എന്നിട്ട് നിങ്ങളിപ്പോ എത്തിച്ചേരേണ്ടത്, ഇപ്പോ ബി ടീം ആണെങ്കിൽ എന്റെ കയ്യിൽ എത്തിച്ചേരാ, എ ടീം ആണെങ്കിൽ ദീപന്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക. Okay. All the best team A and team B, and your time starts now. 3, 2, 1, go. ഓട് സ്പീഡില്. എടുത്തിട്ട് വാ. മേടിക്ക്.
തള്ളിയിട് തള്ളിയിട് തള്ളിയിട്. പിടിക്ക് അന്ന ഡു ഇറ്റ് അന്ന ഡു ഇറ്റ്. കഴിഞ്ഞു ടൈം കഴിഞ്ഞു ടൈം ഔട്ട്. ഒരു കൊച്ചു ഭൂമി കുലുക്കം ഇവിടെ കുലുങ്ങി കഴിയുമ്പോൾ ടീം ബി ആണ് ഫ്ലാഗ് കളക്ട് ചെയ്തിരുന്നത്. ടീം ബി കിട്ടിയത് 50 പോയിന്റ്സ്. അന്ന ഇവിടുന്ന് ഓടാൻ കുറച്ച് സ്ലോ ആയിപ്പോയി, അതിലാണ് പറ്റിയത്. പക്ഷെ അവിടെ ചെന്നിട്ട് പൊരിഞ്ഞ അടിയായിരുന്നല്ലോ. എന്തായിരുന്നു പറയൂ ഫ്ലാഗ് എക്സ്പീരിയൻസ്? പിടിച്ചു വാങ്ങിക്കാൻ. ഫ്ലാഗ് പിടിച്ചു വയ്ക്കാൻ. പക്ഷെ തരുന്നില്ലല്ലേ കുട്ടി? സത്യത്തിൽ നിങ്ങൾ തല്ലി വാങ്ങാൻ വേണ്ടിട്ടാണോ വന്നത്? രഞ്ജിത ഫ്ലാഗ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നയുടെ പ്രഹരം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാ ഇവിടെ തല കറങ്ങണായിരുന്നേ. ഒന്നും കാണാൻ ഈ പറ്റില്ലായിരുന്നില്ല. തല കറക്കി നിൽക്കുന്നവന് പിന്നെ അടിയും എന്തൊരു അവസ്ഥ നോക്കി. ഓക്കെ, എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ട് ഗെയിം? എൻജോയ് ചെയ്തോ? അടിപൊളിയല്ലേ? ഓക്കെ, അടുത്ത ആളെ വിളിക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു. ഒരു കൊച്ചു ഭൂമി കുലുക്കത്തിൽ അടുത്തതായി മത്സരിക്കാൻ ടീം എയിൽ നിന്ന് വരുന്നു സാൻട്ര ആൻഡ് ടീം ബിയിൽ നിന്ന് അംബിക. ഓൾ ദി ബെസ്റ്റ്. സാൻട്ര അംബിക, എന്താണ് ആ ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്ന് രണ്ടുപേരും മത്സരിച്ച് കഴിയുമ്പോൾ അവിടെ ഇരുന്ന് കാണുമ്പോൾ എന്താ ഫീൽ? എനിക്ക് തല ഇറങ്ങുന്നു. തല ഇറങ്ങുന്നു കാണുമ്പോ തല ഇറങ്ങുന്നു. തല ഇറക്കം എപ്പോഴും ഉണ്ടാകാറുണ്ടോ? ഇല്ല. പക്ഷെ ഈ മത്സരം കണ്ടപ്പോഴാണ് തല ഇറങ്ങുന്നത്. ഇത് കറങ്ങിയപ്പോ എനിക്കും തല അംബിക ടെൻഷൻ ഉണ്ടോ ശരിക്ക്? ഇല്ല. ഓക്കെ, അപ്പൊ മത്സരത്തിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. അംബിക, സാന്ദ്ര രണ്ടുപേരും ഓൾ സെറ്റ് ആണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. ഓടിക്കോ. Fast, fast, fast. പിടിച്ചു വാങ്ങിയത് വിട്ടുകൊടുക്കരുത്. പിടിച്ചു വാങ്ങിയ ഇതിപ്പോ കൊടി 2 പീസായിട്ട് കിട്ടും. ഇപ്പൊ പിടിച്ചു വാങ്ങിയ കളയരുത്. ഓടുവാ. Oh, good job. Super. സാന്ദ്ര, അതായത് ഇവിടുന്ന് പോകുമ്പോൾ ബാലൻസ് തെറ്റിപ്പോയി. ഇവിടെ ഒരു പ്രദേശം തന്നെ ഇവിടെ അളന്നിട്ടിട്ടുണ്ടായിരുന്നു. ഈ പറമ്പ് കഴിഞ്ഞാൽ അടുത്ത പറമ്പിൽ പോയെന്തിനാ? ഇതൊന്നും പോരെ? കൊടി അവിടെ നിൽക്കുന്ന പോലെ തോന്നിയത്. കൊടി അവിടെ നിൽക്കുന്നത്. അവിടെ വീഴുമ്പോൾ ഡേഞ്ചർ ആയിരുന്നു, പക്ഷെ രക്ഷിച്ചു. ഈ കൊടി എന്താ നിങ്ങൾ ചെയ്തത്? ഇതിനെന്താ ചെയ്തത് നിങ്ങള്? അവസ്ഥ. ഓക്കെ, എന്തായാലും ടീം ബി ഇത്തവണയും മത്സരിക്കുമ്പോൾ 50 പോയിന്റ് അവർ കൊടിയും നേടിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. ടീം ബിക്ക് ടോട്ടൽ 100 പോയിന്റ്സ്. വെരി ഗുഡ്. ഒരു കൊച്ചു ഭൂമി കുലുക്കം മത്സരം 2 റൗണ്ട് ഇവിടെ കഴിയുകയാണ്. ഇനി ടീം എയിൽ നിന്ന് ഒരാളാണ് വരാനുള്ള. ആ കൊടി എടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു വിജയ കൊടിയാണ്. വിജയ കൊടി ഇവിടെ പാറിച്ചിരിക്കുന്നത് ടീം ബി ആണ്. 2 വട്ടം അവർ പാറിച്ചിരിക്കുകയാണ്. ടീം എയിൽ നിന്ന് മൂന്നാമതും പാറിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് ഐശ്വര്യ. ടീം ബിയിൽ നിന്ന് വരുന്നു രമ്യ. வடக்கே கேட்டு பாரு என்ன பத்தி சொல்லுவா பாம்பே அல்வா போலே என் பேரத்தான் மெல்லுவா எவனு ஏறலாமா கோடம் வகம் பசந்து இவத ரஜ நகம் சிறிடு வகிசுந்து மல்லிகா நீ கடிச்சா நெல்லிக்கா போலி நிப்பா பஞ்சன நீ விரிச்சா பாட்டுத்தான் படிச்சிருப்பா கொஞ்சமா கொஞ்சம் கொம்புத்தேன் படிச்சிருப்பா புடிச்சா வச்சிக்கையா மனசுல தைச்சிக்கையா வெடிச்சா கல்லரிக்கா வேண்டாத ஆள் இருக்கா மைடிய டாலி ஒன்னு மல்லிகா கூப்பிடுறா. ഐശ്വര്യയോട് എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ട്. കാരണം ടീമിൽ നിന്ന് 2 പേര് വന്ന് 2 വട്ടം തോറ്റുപോയി. അവർ അടി കൂടി നന്നായിട്ട്, പക്ഷെ എന്നിട്ട് കൊടി കിട്ടിയില്ല. കാരണം കരബലം കൊണ്ട് അവർ തന്നെയാണ്, ടീം ബി തന്നെയാണ് കരബലത്തിന് മുന്നിൽ നിന്ന് അവർ തെളിയിച്ചു. എന്താണ് ഐശ്വര്യക്ക് പറയാനുള്ളത്? ഞാൻ അടി കൂടിയിട്ടെങ്കിലും നോക്കാം. എങ്ങനെയാണെങ്കിലും കൊടി എടുക്കാം. അടിയിൽ നമ്മൾ കൊല്ലോ
ഇല്ല ചേച്ചി. കൊല്ലുവോ? Okay, രണ്ടുപേർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, രണ്ടുപേർക്കും പൊസിഷനിലേക്ക് പോവാം. Your time starts now. 3, 2, 1, go. Wow, very good, very good, very good. പിടിച്ചോ കിട്ടോ പുറത്തോട്ട് ചാടാ, അവിടുന്ന് പുറത്തോട്ട് വിടരുത്, 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 വിടരുത്. ഇക്കിലേക്ക് കിട്ടി കൊടി കിട്ടി ഓടിവാ വിടരുത്, വിടരുത്, ജീവൻ പോയാലും വിടരുത്. മതി, ടൈം ഔട്ട്. കൊടിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു? എന്ത് പിന്നിയോ കോഴി? എനിക്ക് കടി കിട്ടി. ഇതെന്തൊക്കെയാണ് സംഭവിക്കണേ? അപ്പൊ ഞാൻ കടിച്ചു. എങ്ങനെ? എന്നെ ഇക്കിളിയാക്ക, അപ്പൊ ഞാൻ കടിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇക്കിളിയാക്കുന്നു പറഞ്ഞു. ഞാൻ ഞാൻ ഇക്കിളിയാക്കിയപ്പോ അവളുടെ കാലിലോട്ട് പറഞ്ഞല്ലേ? രമ്യ സത്യം പറ, കെട്ടിയോനെ ഇതുപോലെ എടുത്തിട്ട് പഞ്ചറാക്കാറുണ്ടോ? ചേച്ചാ, നിങ്ങൾ ഭാഗ്യം ചെയ്ത ജന്മമാണ്. എന്തായാലും ഈ കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഒരു 50 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് വിജയക്കോടി. ഇതാണ് നമ്മുടെ തുറുപ്പ് കുലാൻ. ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഓക്കെ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഓക്കെ, മ്യൂസിക് പ്ലീസ്. ഈ ആഘോഷം ഇവിടെ അവസാനിക്കുന്നില്ല. മത്സരം കാത്തിരുന്ന് കാണുക. ദിസ് ഇസ് ബോയിങ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ചിരിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന മത്സര ഗെയിമുകളുടെ സംഗമവേദി, ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. ഒരു കൊച്ചു ഭൂമി കുലുക്കത്തിന്റെ ഒരു പാർട്ട് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ കുലുക്കത്തിനുള്ള സമയമാണ്. ടീം എയിൽ നിന്ന് വരുന്നു അന്ന, ടീം ബിയിൽ നിന്ന് വരുന്നു രഞ്ജിത. അന്ന, ready? ഞാൻ എന്തിനാണ് ഈ വയ്യാഞ്ഞിട്ട് പോലും ഡാൻസ് കളിച്ചെന്നറിയാമോ? അത്ര എനർജി തരികയാണ്. ഇനി എങ്ങാനും ഈ കൊടി എടുക്കാതെ വന്നാൽ ടീമിനെ നാണം കെടുത്തിയാൽ ഞാൻ അവിടെ ഇട്ട് ഞാനായിരിക്കും ഇടിക്കുന്നത്. നമ്മൾക്ക് പിന്നോട്ടില്ല, നേരത്തെ ആവർത്തനം മാത്രം. എന്തായാലും രണ്ടുപേർക്ക് എല്ലാവിധ വിജയാശംസകൾ. ഓക്കെ, പൊളിക്ക് പോയി. Anna and Ranjita, all the best. Your time starts now. 3, 2, 1, go. Yes, run. Oh, good job.
ടൈം ഔട്ട്. രഞ്ജിത ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോഴേ കുട്ടികൾ ശരിക്കും അതിനേക്കാളും കൊച്ചു കുട്ടികളാവുകയാണ്. എന്നാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് മത്സരം ട്രൈ ചെയ്തത്. ഇവിടെ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? അവിടെ കിട്ടി. സൂപ്പർ, ഗുഡ് ജോബ്. ഒരാൾക്ക് ആദ്യ ഗെയിം ആയിട്ട് 2 ചാൻസ് തന്നു. 2 ചാൻസിലും കൊടി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് Sorry. ഇവിടെ കൊടിക്ക് നല്ല കച്ചവടം ഉണ്ടാവും കേട്ടോ. പുറത്തൊരു കൊടിയുടെ ഷോപ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ല കച്ചവടം ഉണ്ടാവും. നിങ്ങൾ എന്താ ഇതാക്കണേ ഓരോന്നിലും? ഓക്കെ, ടീം ബി കിട്ടിയിരിക്കുന്നത് 50 പോയിന്റ്സ്. വെരി ഗുഡ്, താങ്ക് യു. ഗുഡ് ജോബ്, സൂപ്പർ. ഒരു കൊച്ചു ഭൂമി കുലുക്കത്തിൽ മത്സരിക്കാനായിട്ട് ടീം എയിൽ നിന്ന് വരുന്നു സാന്ദ്ര. ആൻഡ് ടീം ബിയിൽ നിന്ന് അംബിക. രണ്ടുപേരും രണ്ടാമത് വരികയാണ്. കാരണം ആദ്യത്തെ ഒരു പ്രതീക്ഷ ഇവിടെ നഷ്ടപ്പെട്ടു. വീണ്ടും ഒരു പ്രതീക്ഷ ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. ഉണ്ട് ഉണ്ട്. ഇവിടെ പക്ഷെ അവിടെ പ്രതീക്ഷ ഉണ്ടെന്ന് പറയും. ഇവിടെ വിട്ടുകൊടുക്കരുത്. എന്താ പറയുന്നത്? ട്രൈ ചെയ്യാം ട്രൈ ചെയ്യാം. മാക്സിമം പക്ഷെ എനിക്ക് ട്രൈ പോരാ. ഇവിടെ പോയിന്റ് വേണം. നോക്കാം. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ഇവിടെ വിട്ടാലോ? ഓൾ ദി ബെസ്റ്റ്. അംബിക, സാന്ദ്ര, all set. Your time starts now. 3, 2, 1, go. Ready, go, 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 go. go, പെട്ടെന്ന് go, നേരെ, നേരെ. go, 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 go. പിടിക്ക്, 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 പിടിക്ക്. Side, please. Local boys here. Side, please. പഴയ അംബിക സിനിമ നടിയൊക്കെ ഓർമ്മിക്ക്. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. അതൊക്കെ ഓർമ്മിച്ചോ? സാഗർ അലി ജാക്കി. ചാടി എടുക്ക്. വിടരുത്. എന്തെന്നാലും വിടരുത്. Time out. സാന്ദ്ര വിട്ടോളൂ. ഒരു കൊച്ചു ഭൂമികൾക്ക് സാന്ദ്രയും അംബികയും തമ്മിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു ഇവിടെ കണ്ടത്. കാരണം അംബികയാണ് കൊടി എടുത്തത്. പക്ഷെ ഞാൻ വിചാരിച്ചെന്താ അറിയാം, ഈ കൊടി 2 പീസായിട്ട് പോയിന്റ് 2 കൊടുക്കേണ്ടി വരും. 25 വീതം. എങ്ങനെയുണ്ട് ഫൈറ്റ് കഴിയുമ്പോൾ? ഒരു ഒന്നൊന്നര ഫൈറ്റ് ആയിരുന്നു. ട്രൈ ചെയ്തു അല്ലേ മാക്സിമം? അല്ലേ? Just miss ആയി. എത്ര തൊള്ളു, എത്ര പിച്ച്, എത്ര കടി എണ്ണുണ്ടോ? ഇക്കിളി ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് അവിടെ നമുക്ക് ആ കൊടി കിട്ടാത്തത്. അതുകൊണ്ട് അവർക്ക് ഇക്കിളി ഇല്ലാത്തതുകൊണ്ട് കിട്ടിയിരിക്കുന്നത് എത്ര അറിയാമോ? 50 പോയിന്റ്സ് ആണ്. നല്ലൊരു കൈയടി. ഇതൊരു ഇക്കിളിക്കൊടിയാണ്. ഒരു കൊച്ചു ഭൂമി കുലുക്കത്ത് ടീമിൽ നിന്ന് 2 പേര് ആദ്യവും രണ്ടാമത്തെ പാർട്ട് മത്സരിക്കുമ്പോൾ അവർക്ക് വീണ്ടും പഴയതുപോലെ തന്നെയാണ് കൊടിയെടുക്കാൻ സാധിച്ചില്ല. ടീം ബി ഭയങ്കര കരുത്തുറ്റ പിള്ളേരാണ്. എന്നാലും എനിക്ക് ഒരു പ്രതീക്ഷ ഈ കുട്ടിയിലുണ്ട്. ആ കുട്ടിയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഐശ്വര്യ. ആൻഡ് ടീം ബിയിൽ നിന്ന് രമ്യ. ഐശ്വര്യ, ഇത്തവണ വരെ എന്താണ് പ്രതീക്ഷ? എനിക്കറിയില്ല. ഈ കുട്ടി ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളൊരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. സൂരജ് എപ്പോഴും ഒരു ബ്രേക്ക് കഴിയുമ്പോൾ അവൻ നമ്മുടെ പ്ലാൻ എന്താ? നമ്മൾ നേരത്തെ കിട്ടിയില്ല. ഇതിൽ കിട്ടോ ഇല്ലയോ? കിട്ടും. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും കൂട്ടിലേക്ക് കയറാം. Your time starts now. 3, 2, 1, go. Yes, വിടരുത്. ഐശ്വര്യ, ഓടിക്കോ. പിടി. തിരിച്ചട്. വിട്ടുകൊടുക്കരുത്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് കാണുക. രമ്യ. ഓടി. ഇപ്പുറത്ത് കടക്ക്. അതെന്താ? കാലിൽ അണലി പിടിച്ച പോലെ പിടിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ജസ്റ്റ് കടക്ക്. ഗുഡ് ജോബ്. അടിപൊളി. ഇതാണ് വാശി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് മത്സരമാണ്, പോയിന്റ് കിട്ടുന്നു, എല്ലാം സമ്മതിക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഒരു കുട്ടിയോട്? കാല ചവിട്ടിയാലും ഒരു കുട്ടിയെ ഇങ്ങനെ മാത്രം ഉപദ്രവിക്കുന്നത് ഭയങ്കര ഈ നാട്ടുകാർ മൊത്തം കണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയെ ഇത്ര മാത്രം മൃഗീയമായിട്ട്
പീഡിപ്പിക്കുന്നു. പിച്ച് ചീന്തി കുട്ടിയെ. കുഴപ്പമില്ല നീ ഇപ്പുറത്ത് അവന്റെ അടുത്ത് നിൽക്കണ്ട. അവൻ ചിലപ്പോ ദേഷ്യണ്ടാവും. എന്താ പറയും എന്താണ് എനിക്കൊന്നും പറയാനില്ല. വല്ലാത്തൊരു This is too അവസ്ഥയായി much. പോയി. Okay, എന്താ Don't worry, നമുക്ക് 50 പോയിന്റ് കിട്ടി. നമ്മുടെ ടീം മാസ് ആണെന്ന് ഭയങ്കര പവർഫുൾ ആണെന്ന് തെളിയിച്ചു നിങ്ങൾ വീണ്ടും. Okay. അടിപൊളി പോളി. ഒരു കൊച്ചു ഭൂമി കുലുക്ക് ഇങ്ങനെ കഴിയുന്ന സമയത്ത് ടീം ബി നേടിയിരിക്കുന്നത് 250. വെരി ഗുഡ്. ടീം എ നേടിക്കുന്ന 50 പോയിന്റ്സ് ആണ്. മത്സരങ്ങൾ ഇനിയും മാറാം. താങ്ക് യു. അവിടെ ഈ കുട്ടി ഞാൻ വിടുന്നില്ല, കാരണം 50 പോയിന്റ് വാങ്ങിച്ചതോടെ വിടാൻ പറ്റില്ല. നീ പൊയ്ക്കോ ആ മൈക്ക് കൊടുത്തോ. എന്തായാലും 0 ആയിട്ടില്ല. 250 അവർക്ക് കിട്ടിയില്ല. നമുക്കൊരു 50 പോയിന്റ് കിട്ടി. അതെ 50 പോയിന്റ് നമുക്ക് കിട്ടി. അതെ. എന്തായാലും ആ കുട്ടിയുടെ സന്തോഷത്തിനും എന്റെ സന്തോഷത്തിനും ഈ ടീമിനെ കുറച്ച് ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മ്യൂസിക് കിട്ടുന്ന നല്ല ഡാൻസർ ആണ്. Okay. ഓക്കെ, മ്യൂസിക് പ്ലീസ്. ഈ ആഘോഷങ്ങൾ ഇവിടെ പൂത്തിരി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാത്തിരുന്ന് കാണുക. This is Boing Boing. Have a short break. യെസ്, ആവേശത്തിന്റെ അമിട്ട് പൊട്ടുന്ന ഷോ, ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. അപ്പോ നമ്മുടെ ഈ ഒരു മത്സരത്തിന്റെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കേണ്ട സമയമായി. രണ്ടാമത്തെ റൗണ്ട് എന്താണ്? തോമസ് കുട്ടി വിട്ടോടാ. തോമസ് കുട്ടി വിട്ടോട റൗണ്ടിന്റെ പ്രത്യേകത, അതിലെന്താണ് അതിന്റെ ആചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോളിംഗ് ട്യൂബ് കാണാം, രണ്ട് സൈഡ് ഹാമർ അടിക്കിരിക്കുന്നതാണ്, ഒരു ഡോങ് തൂക്കിയിരിക്കുന്നതാണ്. ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്ന് രണ്ടുപേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇവിടെ ഒരു ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ റൺ കേട്ടതിന് ശേഷം മാത്രം ഓടുക. ഓടിച്ചെന്നിട്ട് ഡോങ് അടിക്കുക. ഡോങ് അടിച്ചിട്ട് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഡോങ് ആദ്യം അടിച്ച ആൾക്ക് ഉത്തരം പറയാനുള്ള ചാൻസ് ഉണ്ട്. ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടും 50 പോയിന്റ്. ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റൺ കേട്ടതിന് ശേഷം മാത്രമേ ഓടാവൂ. റൺ കേൾക്കാതെ ഓടിക്കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടുന്നതാണ്. ഒരിക്കലും ഹാമർ ഡോങ്ങിൽ വലിച്ചെറിയാൻ പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിലും പണിഷ്മെന്റ് കിട്ടും. ആരാണോ ആദ്യം ഡോങ്ങിൽ ഹിറ്റ് ചെയ്യുന്നത് അവർക്കാണ് ഉത്തരം പറയാനുള്ള ചാൻസ് കിട്ടുന്നത്. ഓക്കെ, ഇതൊരു ഓട്ടപ്പന്തയമാണ് ഇവിടുത്തെ മെയിൻ കാര്യം. മനസ്സിലായാലോ? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തോമസ് കുട്ടി വിട്ടോട തിരിച്ചു വരുന്നത്. വീണ്ടും ആ ഒരു ആവേശത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. ടീം എയിൽ നിന്ന് തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ പങ്കെടുക്കാൻ വരുന്നു അന്ന. ടീം ബിയിൽ നിന്ന് ദാറ്റ് ഈസ് രഞ്ജിത. ഓൾ ദി ബെസ്റ്റ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യം ഇവിടെ സൂരജ് ചോദിക്കും. റൺ കേട്ടതിന് ശേഷം മാത്രമേ ഓടാവൂ. ഓക്കെ, റെഡി? ആ, ചോദ്യം കേട്ട് റൺ കേട്ടതിന് ശേഷം മാത്രമേ ഓടാൻ പാടുള്ളൂ. ചോദ്യം ഇതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഗിരിരാജൻ കോഴി എന്ന കഥാപാത്രം ഏത് സിനിമയിലാണുള്ളത്? ഗിരിരാജൻ കോഴി എന്ന കഥാപാത്രം ഏത് സിനിമയിലാണുള്ളത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 റൺ. അന്നയാണ് തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ ആദ്യം ഡോങ്ങിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അന്ന, ഗിരിരാജൻ കോഴി ഏത് സിനിമയിലെ കഥാപാത്രമാണ്? പ്രേമം. പ്രേമം. മുരുക, ശരിയാണോ? பறக்குதடா இது குத்தாட்டோ ராக்காட்டோ நீ கேளுடா ராக்குனா அங்க வெயிட்டுடா குத்துனா இங்க கெத்துடா ரெண்டுமே கலந்தா மாசுடா சே டோ ரே மீ ஃபா சோலா டி டோ ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இது தாண்டா ராக்கு குத்து சேர்ந்து வந்தா ராக்கா குத்து இது தாண்டா. തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ ആദ്യം മത്സരിച്ച് കഴിയുമ്പോൾ ടീം എക്ക് എടുക്കുന്നത് 50 പോയിന്റ്സ് ആണ്. സീറോ. രണ്ടാമത് വരാൻ പോകുന്നു ടീം എയിൽ നിന്ന് വരാൻ പോകുന്നു സാന്ദ്ര. ടീം ബിയിൽ നിന്ന് അംബിക.
റൺ കേട്ടതിന് ശേഷം മാത്രം ഓടുക. ഇത്തവണ ഒരു ഗാനമാണ്, ഗാനം പ്ലേ ചെയ്യും, അത് ഏത് സിനിമയിലാണെന്ന് തിരിച്ചറിയുക. സോങ് പ്ലീസ്. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ. റൺ ചെവിയിൽ കേട്ടിട്ട് മാത്രം ഓടുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ടീം ബി ആണ് ആദ്യം അടിച്ചിരിക്കുന്നത്. ഉത്തരം പറയൂ. കഥ തുടരുമ്പോൾ. കഥ തുടരുമ്പോൾ എന്നാണ് കുട്ടി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. മുരുക, ഉത്തരം ശരിയാണോ? ശരിയല്ല. അടുത്ത ആൾ പറയൂ. കഥ പറയുമ്പോൾ. കഥ പറയുമ്പോൾ. മുരുക, ഇത് ശരിയാണോ? എനിക്ക് അംബികയെ നോക്കിയിട്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്താണ്? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കഥ ഏതൊക്കെ കഥ തുടരുമ്പോഴാണ്. അത് എപ്പോഴാണ് അങ്ങനെ ഒരു സിനിമ ഇപ്പൊ ഈ വന്നത്? സിനിമ കണ്ടിട്ടുണ്ടോ? കുറച്ച് പ്രാവശ്യം കണ്ടു. ഇനിയെങ്കിലും ഓർക്കുക, സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമ പേര് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇതുപോലെ ആവശ്യം വരും കുട്ടി. 50 പോയിന്റ് ടീം എക്ക് കിട്ടിയിരിക്കുകയാണ്. വെരി ഗുഡ്, നല്ലൊരു കൈയടി. കയ്യിൽ നിന്ന് വെറുതെ 50 പോയിന്റ് ടീം ബി കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ അടുത്ത് മത്സരിക്കാൻ വരുന്നു ടീം എയിൽ നിന്ന് ഐശ്വര്യ, ടീം ബിയിൽ നിന്ന് രമ്യ. രണ്ടുപേരും നല്ല തല്ലുകൂടി ഇവിടെ തെളിയിച്ചവരാണ്. അവർ തന്നെയാണ് ട്യൂബിന് പുറത്തും വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെയും തല്ലൊന്നും വേണ്ട, ഡോങ്ങിൽ അങ്ങ് തല്ലിയാൽ മതി. ഓക്കെ, തമ്മിൽ ഡോങ്ങുമായിട്ട് തല്ലരുത് കേട്ടോ. റൺ കേട്ടതിന് ശേഷം മാത്രം ഓടുക, ആക്രാന്തം വേണ്ട. സിമ്പിൾ ചോദ്യമാണ്, ചോദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ആക്രാന്തം ഒന്നും ഓടരുത്. ഓക്കെ, പോക്കിർ രാജ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ അനിയനായി അഭിനയിച്ച നടൻ ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1. തിരിച്ചു വരും. രണ്ടുപേരും തിരിച്ചു കയറി വരൂ. ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഐശ്വര്യ, രമ്യ, again all the best. Your time starts now. 3 2 1 run. പോക്കിരി രാജ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിച്ച നടൻ ആരാണ്? ഉത്തരം ശരിയാണ് മുരുക. പൃഥ്വിരാജ്. തോമസ് കുട്ടി വിട്ടോട മൂന്നാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ടീം എക്ക് കിട്ടിക്കുന്നത് വീണ്ടും 50 പോയിന്റ്സ് ആണ്. ടോട്ടൽ എന്തായാലും തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ ടീം എ ആണ് ഇവിടെ പോയിന്റ്സ് എല്ലാം നേടിക്കുന്നത്. 150 പോയിന്റ്സ്. നല്ലൊരു നേടി. എന്തായാലും തോമസ് കുട്ടി വിട്ടോട റൗണ്ട് അങ്ങനെ കഴിയുമ്പോൾ ടീം എ കംപ്ലീറ്റ് പോയിന്റും അടയോടെ വാരിയിട്ട് പോയെങ്കിലും ടീം ബി ഒന്നും നേടിയില്ലെങ്കിലും അടുത്ത റൗണ്ട് താമരശ്ശേരി ചുരം പോയിന്റുകൾ മാറി മറിയുന്ന റൗണ്ട് തന്നെയാണ്. ഒന്ന് കാത്തിരിക്കുക. ദിസ് ഈസ് ബോയിങ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Boing boing. Boing boing.
കിഡിലോസ്കി മത്സരങ്ങളിലൂടെ നമ്മുടെ കണ്ടസ്റ്റൻസ് ജൈത്ര യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ദിസ് ഈസ് ബോയിങ് വെൽക്കം ബാക്ക് ടു ദ ഷോ. അപ്പൊ അങ്ങനെ നമ്മുടെ 2 റൗണ്ടുകൾ കഴിഞ്ഞു. ഇനി ഏറ്റവും ആവേശം അതിന്റെ മൂർധന്യത്തിലെത്തുന്ന ആ ഒരു റൗണ്ട്, ദാറ്റ് ഈസ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരത്തിന്റെ പ്രത്യേകത, നിങ്ങൾ താമരശ്ശേരി ചുരം കയറാൻ സഹായിക്കുന്ന 2 വ്യക്തികൾ മുകളിലുണ്ട്. ജില്ലു ബില്ലു. മാത്രമല്ല താഴെ സിൽവർ ബോൾ ഉണ്ട്, ഗോൾഡൻ ബോൾ ഉണ്ട്. അപ്പൊ ഗോൾഡൻ ബോളുമായിട്ട് ടീം ബിയും സിൽവർ ബോളുമായിട്ട് ടീം എയും മുകളിൽ ചെന്നിട്ട് അതായത് ഫ്ലാഗ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടീം എയുടെ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്, ടീം ബിയുടേത് റെഡ് ആണ്. ഓക്കെ, ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ഹെൽപ്പ് ചെയ്യാം. ടീം ബി ഒരുമിച്ച് വാ, ഹെൽപ്പ്. Oh, good teamwork, good job. മൂന്ന് പേര് കയറണം. ഹെൽപ്പ്. ആ ബോൾ അവിടെ വെക്കാം, അവിടെ കയറിയിട്ട് പോ. ആ ബോൾ പോയി. അവർ 2 പേര് കയറി, നിങ്ങൾ 2 പേര് കയറിയിട്ടിലേക്ക് പോകും. ഐശ്വര്യ, അവർ 2 പേര് കയറി. നിങ്ങളിപ്പോ ഒരുപാട് പോയിന്റ് ബാക്കിലായി. ടീം ബി ഒരുമിച്ച് വാ, നിങ്ങൾ 3 പേര് ഒരുമിച്ച് നിന്നിട്ട് ഹെൽപ്പ് ചെയ്യും. വെരി ഗുഡ്. അന്നാക്കോ, നിങ്ങൾ 2 പേര് കയറിയിട്ടില്ല, പോക്കാണ് കാര്യം. ലാസ്റ്റ് 10 seconds. 9 8 7 6 5 4 3 2 1 0. Time out. Time out.
അങ്ങനെ താമരശ്ശേരി ചുരം കുറച്ച് പേര് കയറി, ടീം ബി ഒരാളും കയറിയിട്ടില്ല. മൊത്തത്തിൽ എല്ലാവരും ഇപ്പൊ മുകളിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും താഴേക്ക് ഇറങ്ങേണ്ട ടൈമാണ്. കമാൺ താമരശ്ശേരി ചുരം ഒരുമിച്ചിറങ്ങാം. മത്സരം അവസാനിക്കുമ്പോൾ ബോയിയിൽ നിന്ന് വന്നിട്ട് പോകുമ്പോ എന്താ ഫീൽ? നല്ല ഗെയിമാണ്, ആ എല്ലാം ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് ആണ്. സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ, അതെ. സന്തോഷായി. ഇനി ഒന്നും ചിന്തിക്കണ്ട. സന്തോഷായി. ഈ ടീമിൽ ഏറ്റവും കരുത്തുള്ള ഒരു പെൺകുട്ടിയാണ് ഐശ്വര്യ. ഐശ്വര്യ പറയും. ഐശ്വര്യക്ക് എന്തൊക്കെ പറയാനുണ്ട്? സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് കയറാൻ തോന്നുന്നില്ല. അടിപൊളി, ഒരു രക്ഷയില്ല. ഞാൻ എല്ലാവർക്കും ഈ ഗെയിം സജസ്റ്റ് ചെയ്യാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എന്നിട്ട് അനുഭവിക്കണം. അടിപൊളി അടിപൊളി. നമുക്ക് എന്തായാലും മാർക്ക് അറിയണ്ടേ? അറിയണം. മാർക്ക് അറിയണ്ടേ? മത്സരം അവസാനിക്കുമ്പോൾ ഇവിടുത്തെ അന്തിമ വിജയ് എന്ന് പറയുന്നത് ടീം എ ആണ്. 600 പോയിന്റ്. നല്ലൊരു കൈഡി. ടീം ബിയുടെ പോയിന്റ് എന്നത് 250 ആണ്. അവർക്ക് നല്ലൊരു കൈഡി. വിന്നിംഗ് ടീമായ ടീം എക്ക് കിട്ടുന്ന 4 വിഷ് മാട്രസ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് ആണ്. അടിപൊളി. കൺഗ്രാറ്റുലേഷൻസ്. റണ്ണേഴ്സ് അപ്പായ ടീം ബിക്ക് ലഭിക്കുന്ന ഓർബിസ് ക്രിയേറ്റീവ്സ് നൽകുന്ന ഒരു കസ്റ്റമൈസ് ഗിഫ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. പതിപോലെ ബോയിന്റെ ഇന്നത്തെ എപ്പിസോഡിലും ഒരു ബെസ്റ്റ് പെർഫോമർ ഉണ്ട്. ആരെന്ന് വല്ല ധാരണയുണ്ടോ? ഇവിടെ ഉണ്ടോ? നിങ്ങളല്ല എന്തായാലും. എന്നാൽ ഞങ്ങൾക്ക് നല്ല ധാരണയാണ്. ദ ബെസ്റ്റ് പെർഫോമർ ഗോസ് ടു ഐശ്വര്യ. കൺഗ്രാറ്റുലേഷൻ. ഐശ്വര്യക്ക് സമ്മാനമായി ലഭിക്കുന്നു സെബ്രോണിക്സ്, ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന LED TV. ചിരിയുടെ നിറക്കാഴ്ചകൾ സമ്മാനിക്കുന്ന ബോയിന്റെ അമ്യൂസ്മെന്റ് പാർക്ക് ഇന്നത്തേക്ക് അടയ്ക്കാനുള്ള സമയമാണ്. പക്ഷെ മറ്റൊരു ദിവസം ഞങ്ങൾ വീണ്ടും തുറക്കുന്നതാണ്. അതുവരെയും ദിസ് ഈസ് ബോയ്. ഇറ്റ്സ് മീ ദീപൻ സൈനിങ് ഓഫ്. And Suraj. Bye bye. Good night. Love you all.